ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് 6th ചാപ്റ്ററായ ക്രീഡാമവയം ശ്ലോകാന്തക്ഷരീം എന്ന ചാപ്റ്ററിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പം നമുക്ക് നോക്കാം. യേഷാം ന വിദ്യ ന തപോ ന ദാനം ജ്ഞാനം ന ശീലം ന ഗുണോ ന ധർമ്മഃ തേ മത്സ്യലോകേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. പദച്ഛേദം നോക്കാം. യേഷാം ന വിദ്യ ന തപഃ ന ദാനം ജ്ഞാനം ന ശീലം ന ഗുണഃ ന ധർമ്മഃ തേ മത്സ്യലോകേ ഭുവി ഭാരഭൂതാഃ മനുഷ്യരൂപേണ മൃഗാഃ ചരന്തി. അന്വയം നോക്കാം. യേഷാം ജനാനാം വിദ്യാന ആർക്കാണോ വിദ്യയില്ലാത്തത്, തപഹന പ്രതിഷ്ഠയില്ലാത്തത്, അതായത് കഠിനവ്രതം ചെയ്യാത്തത്, ഡെഡിക്കേഷൻ ഇല്ലാത്തത്, ദാനംന ദാനമില്ലാത്തത്, അതായത് ദാനം ചെയ്യാത്തത്, ജ്ഞാനംന അറിവില്ലാത്തത്, ശീലംന നല്ല സ്വഭാവമില്ലാത്തത്, ഗുണഹന ഗുണങ്ങളില്ലാത്തത്, ധർമ്മഃ അപി ന അസ്തി ധർമ്മം പോലും ഇല്ലാത്തത്, അതായത് ധർമ്മബോധം പോലും ഇല്ലാത്തത്, തേ അവർ മത്സ്യലോകേ ഭുവി മനുഷ്യലോകത്ത് ഭൂമിയിൽ ഭാരഭൂതാഃ മൃഗാഃ മനുഷ്യരൂപേണ ചരന്തി, അതായത് ഭൂമിക്ക് തന്നെ ഭാരമാണ്. മൃഗാഃ മനുഷ്യരൂപേണ ചരന്തി അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെപ്പോലെയാണ്. ഭാവാർത്ഥം നോക്കാം. യേ ജനാഃ വിദ്യാം ന അർജയന്തി ആരാണോ വിദ്യ ആർജിക്കാണ്ടിരിക്കുക, കഠിനവ്രതം ന ആചരന്തി കഠിനവ്രതം ആചരിക്കാണ്ടിരിക്കുക, ദാനം ന കുറുവന്തി ദാനം ചെയ്യാണ്ടിരിക്കുക, ജ്ഞാനം ന അർജയന്തി ജ്ഞാനം ആർജിക്കാണ്ടിരിക്കുക, ഉത്തമ ചരിത്രവന്തഃ ന ഭവതി നല്ല ചരിത്രമില്ലാണ്ടിരിക്കുക, അതായത് നല്ല സ്വഭാവമില്ലാണ്ടിരിക്കുക, ഗുണവന്തഃ ന സന്തി ഗുണങ്ങളില്ലാണ്ടിരിക്കുക, ധർമാചരണം ന കുറുവന്തി ധർമ്മം ആചരിക്കാണ്ടിരിക്കുക, തേ അസ്യാം ഭൂമോ അവർ ഈ ഭൂമിയിൽ ഭാരഭൂതാഃ സന്തഃ പശവഃ ഇവ ഇതസ്തതഃ ഭ്രമന്തി ഭൂമിക്ക് ഭാരമാണ്. അതുപോലെ എന്താ പറഞ്ഞേക്കണേ? അതെ, മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെപ്പോലെയാണ്. തഥാ വൃത്തിശ്ച കീർത്തിശ്ച ലക്ഷ്മിർവാണി യശസ്വിനി തത്വജ്ഞാനം പരാശാന്തിർ യഥാ വിദ്യ ഭവേത്തവ. പദച്ഛേദം നോക്കാം. തഥാ വൃത്തിഃ ച കീർത്തിഃ ച ലക്ഷ്മിഃ വാണി യശസ്വിനി തത്വജ്ഞാനം പരാശാന്തിഃ യഥാ വിദ്യ ഭവേത്തവ. അന്വയം നോക്കാം. യഥാ വിദ്യ ഭവേത് എപ്പോഴാണോ വിദ്യ ഉണ്ടാവുന്നത്, തഥാ തവ വൃത്തിഃ അപ്പോൾ നിനക്ക് വൃത്തി ഉണ്ടാവുന്നു, അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുന്നു. കീർത്തിഃ കീർത്തി ഉണ്ടാവുന്നു, ലക്ഷ്മിഃ ധനം ഉണ്ടാവുന്നു, യശസ്വിനി വാണി നല്ല സംസാരം ഉണ്ടാവുന്നു, തത്വജ്ഞാനം യഥാർത്ഥ അറിവുണ്ടാവുന്നു, പരശാന്തിഃ ഏറെ സമാധാനവും ച ഭവേത് സമാധാനവും ലഭിക്കും. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഭാവാർത്ഥം നോക്കാം. യദി ത്വം വിദ്യം അർജയസി തർഹി നീ വിദ്യ ആർജിക്കുകയാണെങ്കിൽ, ത്വം നിനക്ക്, ഉദ്യോഗം യശഃ ധനം കീർത്തിപ്രദം വാണിം അതായത് ജീവിതമാർഗം, അതായത് ജോലി, യശസ് ധനം, കീർത്തി പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം, യഥാർത്ഥ അറിവ്, വാസ്തവികം ജ്ഞാനം, ഉത്തമാം ശാന്തിം ഏറെ സമാധാനം ച പ്രാപ്നോഷി സമാധാനവും പ്രാപ്തമാകും. അതഃ അതുകൊണ്ട് നിരന്തരം വിദ്യാർജനം കരണീയം കണ്ടിന്യൂസ് ആയിട്ട് വിദ്യ ആർജിച്ചുകൊണ്ടേയിരിക്കണം, വിദ്യ നേടിക്കൊണ്ടേയിരിക്കണം. വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാ ഭോഗകരി യശഃ സുഖകരി വിദ്യാ ഗുരുണാം ഗുരുഃ വിദ്യാ ബന്ധുജനോ വിദേശഗമനെ വിദ്യാപരാ ദേവത വിദ്യാരാജസു പൂജ്യത്തെ നാഹി ധനം വിദ്യാവിഹീനഃ പശുഃ. പദച്ഛേദം നോക്കാം. വിദ്യാനാമനരസ്യ രൂപം അധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാ ഭോഗകരി യശഃ സുഖകരി വിദ്യാ ഗുരുണാം ഗുരുഃ
विद्याबन्धुजनः विदेशगमने विद्यापरा देवता विद्याराजसु पूज्यते नाहि धनं विद्याविहीनः पशुः. अन्वयं നോക്കാം. വിദ്യ നാമ നരസ്യ അധികം രൂപം പ്രച്ഛന്നഗുപ്തം ധനം ച അസ്തി. അറിവ് എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതേപോലെ ഗുപ്തമായ ധനവുമാണ്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് അറിവ് എന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ സൗന്ദര്യമാണ്, ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത നിധിയുമാണ്. വിദ്യ ഭോഗകരി യശഃ സുഖകരി ച അസ്തി. വിദ്യ അതായത് അറിവ് ഭോഗകരി സുഖഭോഗങ്ങൾ നൽകുന്നതും യശഃ സുഖകരി കീർത്തി സന്തോഷം നൽകുന്നതുമാണ്. വിദ്യ ഗുരുണാം ഗുരുഃ അസ്തി. അറിവ് ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. വിദ്യ വിദേശഗമനെ ബന്ധുജനഃ ഭവതി. അറിവ് വിദേശത്ത് പോകുമ്പോൾ ബന്ധുവിനെ പോലെയാണ്, അതായത് ബന്ധുവിനെ പോലെ ഇത് സഹായിക്കുന്നു. വിദ്യാപര ദേവത അസ്തി. വിദ്യ പരമമായ ദൈവമാണ്. വിദ്യ രാജസു പൂജ്യത്തെ. വിദ്യ രാജാക്കന്മാരാൽ ആദരിക്കപ്പെടുന്നു. ധനം നാഹി പൂജ്യത്തെ. ധനം പൂജിക്കുന്നില്ല. വിദ്യാവിഹീനഃ ജനഃ. വിദ്യയില്ലാത്ത മനുഷ്യൻ പശുഃ ഭവതി. മൃഗമാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭാവാർത്ഥം ഒന്ന് നോക്കാം. വിദ്യ മനുഷ്യസ്യ ശ്രേഷ്ഠം സൗന്ദര്യം അസ്തി. അറിവ് മനുഷ്യൻ്റെ ശ്രേഷ്ഠമായ സൗന്ദര്യമാണ്, ഏറ്റവും വലിയ സൗന്ദര്യമാണ്. അദൃശ്യം ഗുപ്തം ച ധനം അസ്തി. അദൃശ്യമായി നിൽക്കണ ധനമാണ്. അറിവെന്ന് പറയുന്നത് അദൃശ്യമാണ്. വിദ്യ ആനന്ദം ജനേതി. വിദ്യ ആനന്ദം ഉണ്ടാക്കുന്നതാണ്. കീർത്തി വർദ്ധയതി. കീർത്തി വർദ്ധിപ്പിക്കുന്നതാണ്. സുഖം ച പ്രദദാതി. സുഖവും പ്രദാനം ചെയ്യുന്നതാണ്. വിദ്യ ഗുരുണാം ഗുരുഃ അസ്തി. വിദ്യ ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. വിദേശയാത്രായാം വിദ്യ ബന്ധുഃ ഭവതി. വിദേശയാത്രയിൽ അറിവ് ഒരു ബന്ധുവിനെ പോലെയാണ്. വിദ്യ പ്രധാന ദേവത അസ്തി. വിദ്യ പ്രധാന ദേവതയാണ്. രാജസഭാസു വിദുഷാമേവ സമ്മാനഃ ഭവതി നാതു ധനികസ്യ. അതായത് രാജസഭയിൽ വിദ്വാൻമാർക്കാണ് ബഹുമതി ലഭിക്കുക, അല്ലാതെ പണക്കാരനല്ല. അതഃ യഹ വിദ്യാഹീനഃ ഭവതി സഹ പശുസമാനഃ ഭവതി. അതായത് ആർക്കാണോ വിദ്യയില്ലാത്തത് അവൻ മൃഗത്തിന് തുല്യമായിരിക്കും. ശനൈഃ പന്ഥാഃ ശനൈഃ കന്ഥാ ശനൈഃ പർവ്വതലംഘനം ശനിർവിദ്യ ശനിർവിത്തം പഞ്ചൈതാനി ശനൈഃ ശനൈഃ. പദച്ഛേദം നോക്കാം. ശനൈഃ പന്ഥാഃ ശനൈഃ കന്ഥാ ശനൈഃ പർവ്വതലംഘനം ശനൈഃ വിദ്യ ശനൈഃ വിത്തം പഞ്ചയേതാനി ശനൈഃ ശനൈഃ. അൻവയം നോക്കാം. പന്ഥാഃ ശനൈഃ അതായത് പതുക്കെ പതുക്കെ നടക്കുക. കന്ഥ ശനൈഃ. കന്ഥ എന്നാൽ ചാക്കുകൊണ്ടുണ്ടാക്കിയ കമ്പിളിയാണ്. അതും വളരെ പതുക്കെ വേണം തുന്നിച്ചേർക്കാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പർവ്വതലംഘനം ശനൈഃ. മല കയറുന്നതും പതുക്കെ പതുക്കെ വേണം, പടിപടിയായി വേണം, അതായത് വളരെ ശ്രദ്ധയോടെ വേണം. വിദ്യ ശനൈഃ വിത്തം ശനൈഃ ച ഏതാനി പഞ്ചകാര്യാണി ശനൈഃ ശനൈഃ കരണീയാനി. വിദ്യ നേടുന്നതാകട്ടെ പണം നേടുന്നതാകട്ടെ ഇവയെല്ലാം ഈ 5 കാര്യങ്ങളും വളരെ പതുക്കെ പതുക്കെ വേണം ചെയ്യാൻ, അതായത് പടിപടിയായിട്ട് വേണം നേടിയെടുക്കാൻ. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ഭാവാർത്ഥം കണ്ട് മനസ്സിലാക്കാം. മനുഷ്യഃ സർവദാ ഗമനസമയേ സാവധാനം ചലേത്. മനുഷ്യൻ എപ്പോഴും പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ വേണം നടക്കാൻ. വസ്ത്രസ്യ സീവനം ജാഗരൂകതയാ കുര്യാത്. വസ്ത്രം തുന്നിച്ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. പർവ്വതസ്യ ഉപരി ആരോഹണം ക്രമേണ കുര്യാത്. പർവ്വതത്തിൻ്റെ മേലെ കയറുമ്പോൾ
പടിപടിയായിട്ട് വേണം കയറാൻ, ക്രമത്തിൽ വേണം കയറാൻ. വിദ്യാധനം ച നിരന്തരം പ്രയത്നേന അർജയേത്. വിദ്യയും ധനമെല്ലാം നിരന്തര പ്രയത്നത്താൽ വേണം ആർജിക്കാൻ. അതായത് ഷോർട്ട് കട്ട് പാടില്ല. ഏതാനി പഞ്ചകാര്യാണി, ഈ 5 കാര്യങ്ങൾ ശനൈഹി പതുക്കെ അർത്ഥാത് സോപാനക്രമേണ ഏവ കുര്യാത്, പടിപടിയായിട്ട് വേണം ചെയ്യാൻ. അതായത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പതുക്കെ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. യാതൊരു വിധത്തിലുള്ള ധൃതിയും കാണിക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അപ്പോൾ ഈ ഒരു ഭാഗവും നന്നായിട്ട് ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് മെൻഷൻ കൂടി ചെയ്യുക. അപ്പോൾ ഞാനത് ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതുകൊണ്ടൊന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.